ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തിലും രക്ഷാകരമായ അവിടുത്തെ പെസഹ രഹസ്യത്തിലുമാണ് ക്രൈസ്തവ പ്രത്യാശ അതിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത്, ശരിയായ അർത്ഥം കണ്ടെത്തുന്നത്. പിതാവിൻ്റെ പക്കലേക്കുള്ള യാത്രയും അവനോടൊപ്പം എപ്രകാരം നമുക്ക് പ്രത്യാശയോടെ യാത്ര ചെയ്യാൻ പറ്റുമെന്നുമൊക്കെ ഈ പ്രബോധനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവിൻ്റെ തീക്ഷ്ണമായ സ്നേഹവും ലാളിത്യവുമെല്ലാം ഈ പ്രബോധനങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ പഠനങ്ങളും അത്രമാത്രം ലളിതമാണ്. ആ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ കണികകളാണ് ഓരോ പ്രബോധനങ്ങളിലും തെളിഞ്ഞു നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഈ പ്രത്യാശയുടെ വഴികൾ, പ്രത്യാശയുടെ പല പല മാനങ്ങൾ പരിശുദ്ധ പിതാവ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ, നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമായി തന്നെ മാറുകയാണ്. കാരണം ഈ കാലഘട്ടം വെളിച്ചം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. വെളിച്ചം നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലത്ത് പ്രത്യാശ തന്നെയാണ് നമ്മുടെ ശരണം, അല്ലെങ്കിൽ പ്രത്യാശയിലേക്കുള്ള ചുവടുകളാണ് നമ്മെ കൂടുതൽ ദൃഢമുള്ള ജീവിതമാക്കി മാറ്റുന്നത്. ശക്തമായ ക്രൈസ്തവ ജീവിതങ്ങളായി, വിശ്വാസ സാക്ഷ്യങ്ങളായി നമ്മയൊക്കെ മാറ്റുന്നത് ഈ പ്രത്യാശയാണ്. അപ്പോൾ ഈ പ്രത്യാശയിലേക്കുള്ള ഒരു ആഹ്വാനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ പുസ്തകം. അനുദിന ജീവിതത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും അദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അനുദിന ജീവിതത്തിലെ വെല്ലുവിളികളെ എപ്രകാരം നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം, അല്ലെങ്കിൽ പ്രത്യാശയോടെ നേരിടാമെന്നൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 1 മുതൽ 37 മുതലുള്ള പ്രബോധനങ്ങൾ, ഈ പുസ്തകത്തിൽ 37 കൊടുത്തിരിക്കുന്നത്. ക്രൈസ്തവ പ്രത്യാശ എന്ന ആ ഒരു തലക്കെട്ടിൽ നമുക്കിതിനെയെല്ലാം ചേർത്ത് വായിക്കാം. പ്രത്യാശയുടെ പരിപോഷണം എന്ന ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ ക്രിസ്തുവിലുള്ള പ്രത്യാശയെക്കുറിച്ചാണ്. നമുക്ക് വേണ്ടി രക്ഷയുടെ പാത ഒരുക്കുകയും നമ്മെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ മാത്രമാണ് ജീവിതം കൂടുതൽ സുന്ദരമാകുന്നത്, കൂടുതൽ ലളിതമാകുന്നത്. അങ്ങനെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലിലൂടെയാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം പറയുകയാണ്, പ്രത്യാശ ശിശുക്കളുടെ പുണ്യമാണ് എന്ന്. അത് എളിയവരിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്രകാരം ശിശുവിൻ്റെ ഒരു ലാളിത്യവുമെല്ലാം സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ശിശുക്കളുടെ നിർമ്മലത, അവരെ പോലെ ചെറിയവരാകുക, അങ്ങനെയുള്ള പഠനങ്ങളെല്ലാം, അങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലിലെല്ലാം സുവിശേഷത്തിൽ നാം വായിച്ചെടുക്കുന്നതാണ്. ഒരു ശിശുവിൻ്റെ വിസ്മയം എന്ന പേരിലാണ് ക്രിസ്മസ് വിചാരങ്ങൾ അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ക്രിസ്മസ് ദൈവ പൈതലിൻ്റെ, ദരിദ്രനായ ദൈവത്തിൻ്റെ, ദുർബലനായ ദൈവത്തിൻ്റെ, നമ്മോട് സമീപസ്ഥനമാകുവാൻ തൻ്റെ മഹത്വം ഉപേക്ഷിച്ച ദൈവത്തിൻ്റെ വിസ്മയമാണ് എന്ന്. നമ്മോട് ഏറ്റവും അടുത്തിരിക്കാൻ ദൈവം നമുക്ക് വേണ്ടി കാണിച്ച ഏറ്റവും വലിയ കരുണയാണ് ബെത്ലഹേമിലെ തിരുജനനം. അങ്ങനെ വരുമ്പോൾ ആ ശിശുവിലേക്ക് പ്രത്യാശയർപ്പിച്ച്, ബെത്ലഹേമിലേക്ക് പ്രത്യാശയർപ്പിച്ച് നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? അതാണ് ക്രിസ്മസ് വിചാരമായി അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഓരോ ക്രിസ്മസിലും നാം ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ജീവിതത്തോട് തന്നെ പരിശോധിച്ച് നോക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നി. ഇതാണ് ക്രിസ്മസിൻ്റെ ആനന്ദം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇവയാണ് നമ്മുടെ പ്രത്യാശയ്ക്കുള്ള കാരണങ്ങൾ. എല്ലാം അവസാനിക്കുന്നതായി അനുഭവപ്പെടുമ്പോൾ, നിരാശാജനകമായ നിരവധി യാഥാർത്ഥ്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ, വിശ്വസിക്കുന്നതിന് കൂടുതൽ പ്രയത്നം ആവശ്യമായി വരുമ്പോൾ, ഒന്നിനും ഇനിമേൽ ഒരർത്ഥവുമില്ലെന്ന വിധത്തിലുള്ള പ്രലോഭനങ്ങളും ഒപ്പം എത്തിച്ചേരുന്നു. എന്നാൽ അവിടുത്തെ ചടുലമായ കാലടികൾ പ്രദാനം ചെയ്യുന്ന മനോഹരമായ വാർത്ത മുറുകെ പിടിക്കുക. നവമായ ചിലത് പൂർത്തിയാകുവാൻ, സമാധാനത്തിൻ്റെ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ദൈവം ആഗതനാകുന്നു. ദൈവം തൻ്റെ കരങ്ങൾ വെളിപ്പെടുത്തി സ്വാതന്ത്ര്യവും സമാശ്വാസവും നൽകുവാൻ എത്തിച്ചേരുന്നു. തിന്മയ്ക്ക് അന്തിമമായ വിജയം കൈവരിക്കാനാവുകയില്ല. യാതനകൾക്ക് ഒരു അറുതിയുണ്ട്. നൈരാശ്യം പരാജയപ്പെട്ടു, എന്നാൽ ദൈവം നമ്മോടുകൂടെയുണ്ട്. ഇമ്മാനുവേൽ എന്നാൽ ദൈവം നമ്മോടുകൂടെ. ദൈവം എപ്പോഴും നമ്മോടുകൂടെ തന്നെയുണ്ട്. അവൻ്റെ ജനനം മുതൽ, കുരിശു മുതൽ, പിന്നീട് അവൻ്റെ ഉത്ഥാനം വരെ എല്ലാ രക്ഷാകര രഹസ്യങ്ങളിലും ഈ പ്രത്യാശ ഒളിച്ചു വയ്ക്കുന്നുണ്ട്. ജീവിതത്തിൽ വീണ്ടും വീണ്ടും അവനെ കാത്തിരിക്കാൻ, ദൈവത്തെങ്കിലേക്ക് നമ്മുടെ മിഴികളെ തിരിക്കുവാൻ ഈ പ്രത്യാശയാണ് നമ്മെ കൂടുതൽ ധൈര്യപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഈ പ്രത്യാശയിലേക്കാണ് ഓരോ വിശ്വാസിയും കടന്നു വരേണ്ടത്. ഈ പ്രബോധനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ ശിശുവിൽ ദർശിക്കാവുന്ന എളിമയിലേക്കും ആ വലിയ വിസ്മയത്തിലേക്കും നമ്മുടെ ഹൃദയങ്ങൾ നാം തുറക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ്. ബെത്ലഹേമിലെ ശിശു നമ്മെ ഓർമ്മിപ്പിക്കുന്ന നിഷ്കളങ്കത,
ആ ശിശു നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രത്യാശ, ആ തിരുക്കുടുംബത്തിൻ്റെ പ്രത്യാശയുമെല്ലാം ഈ സുവിശേഷ വിചിന്തനത്തിൽ ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യാശ എപ്രകാരമാണ്, അല്ലെങ്കിൽ നാം അർപ്പിക്കുന്ന പ്രത്യാശ എന്തുമാത്രം ദൃഢമാണ്, ശക്തമാണ് എന്നൊക്കെ പരിശോധിക്കാൻ ഈ പ്രബോധനം നമ്മെ വെല്ലുവിളിക്കുകയാണ്. എന്തുമാത്രം ലളിതമാണ് നമ്മുടെ പ്രത്യാശ, അല്ലെങ്കിൽ എന്തുമാത്രം ചെറുതായിരിക്കുകയാണ് നമ്മുടെ ഓരോ അവസ്ഥയിലുമുള്ള പ്രത്യാശകൾ. അതിനെയൊക്കെ കൂടുതൽ ബലപ്പെടുത്താനും അതിനെയൊക്കെ കൂടുതൽ ശക്തമാക്കാനുമുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ രണ്ടാമത്തെ പ്രബോധനത്തിലൂടെ, ക്രിസ്മസിനെക്കുറിച്ചുള്ള വിചാരത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നീട് വരുന്നത് വിശ്വാസത്തെക്കുറിച്ചുള്ളതാണ്. ഇതാണ് വിശ്വാസം, ഇതാണ് നടത്തേണ്ടതായ പ്രത്യാശയുടെ പ്രയാണം. വിശ്വാസത്തിലൂടെ മാത്രമാണ് പ്രത്യാശയിലേക്കുള്ള പ്രയാണം സാധ്യമാകുന്നത് എന്നാണ് ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ടുള്ള ഒരു പ്രയാണമുണ്ട്. അത് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നാം വായിക്കുന്നതാണ്. ആ വചനങ്ങളെല്ലാം നാം പലവട്ടം പ്രബോധനങ്ങളായി കേട്ടിട്ടുള്ളതാണ്. ഈ നക്ഷത്രങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്ന, നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. നക്ഷത്രങ്ങളെ പിന്തുടരുന്ന നല്ല വിശ്വാസികളായി മാറുക. നക്ഷത്രങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് ശിശുവിലേക്കാണ്, ദിവ്യകുമാരനിലേക്കാണ്. ഇത് പ്രത്യാശയുടെ ഏറ്റവും വലിയ വിളംബരമാണ്. പ്രത്യാശയോടെ എങ്ങനെ ഒരാൾക്ക്, ഒരു വിശ്വാസിക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ പ്രയാണം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ നക്ഷത്രങ്ങളെ പിന്തുടരുന്ന നല്ല വിശ്വാസികളാകുമ്പോഴാണ് പ്രത്യാശയുടെ ജീവിതത്തിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുക. ഇപ്രകാരമുള്ള ക്രിസ്മസ് വിചാരങ്ങളിലൂടെയാണ് തൻ്റെ ആദ്യത്തെ 2-3 പ്രബോധനങ്ങൾ ആരംഭിക്കുക. പിന്നീട് അദ്ദേഹം പറയുകയാണ്, കർത്താവ് എപ്പോഴും ഓർക്കുന്നു, മോശമായ കാലങ്ങളിൽ പോലും അവിടുന്ന് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രത്യാശ. മോശമായ കാലങ്ങളിൽ പോലും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രത്യാശയുടെ ചില കച്ചിത്തുരുമ്പുകൾ നമുക്ക് വേണ്ടി തരുന്നുണ്ട്. ഈ കച്ചിത്തുരുമ്പുകൾ അല്ലെങ്കിൽ ഈ പ്രത്യാശ പല പല അവസ്ഥകളായി, വെല്ലുവിളികളായൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. എപ്രകാരമാണ് ഇവയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്, എപ്രകാരമാണ് ഇവയെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നത് എന്ന് കണ്ടെത്തുമ്പോഴാണ് പ്രത്യാശ കൂടുതൽ ദൃഢമാകുന്നത്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും, എല്ലാ അവസ്ഥകളിലും ഇതിനെ ഏറ്റവും സൗമ്യമായി നേരിടാൻ പറ്റുന്നത് ആ ഒരു അവസ്ഥയിലാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇരുൾ നിറയുമ്പോൾ കൂടുതൽ പ്രാർത്ഥന ആവശ്യമാണ് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ കൂടുതൽ പ്രത്യാശയുണ്ടാകുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യാശയുടെ അടിത്തറ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രത്യാശിക്കാൻ പറ്റും, ജീവിതത്തെ കൂടുതൽ പ്രത്യാശയോടെ കാത്തിരിക്കാൻ പറ്റും. നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ എന്നുള്ള ആഹ്വാനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് നൽകുന്നത്. എങ്ങനെയാണ് ഹൃദയങ്ങൾ തുറക്കുന്നത്? പ്രത്യാശയ്ക്ക് വേണ്ടി നൽകേണ്ട ഒരേ ഒരു വില വിശ്വാസത്തിനായി നിങ്ങളുടെ ഹൃദയം തുറക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തിനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറന്നിടാം. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യാശയുടെ ഒരു ബോധ്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്ന്. ഇത്തരുണത്തിൽ വിശ്വാസവും പ്രത്യാശയും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വിശുദ്ധ പൗലോസ് നമ്മെ സഹായിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചുവെന്നാണ് വചനം പറയുക. പ്രത്യാശയ്ക്ക് ഒട്ടും സാധ്യതയില്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യാശയും വിശ്വാസവും ഒരുമിച്ച് പോകുന്ന 2 യാഥാർത്ഥ്യങ്ങളാണ്. എന്തുമാത്രം ആഴത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നോ, എന്തുമാത്രം ഗാഢമായി ക്രിസ്തുവിലേക്ക് നമ്മുടെ വിശ്വാസത്തെ ചേർത്ത് വയ്ക്കാൻ നമുക്ക് പറ്റുന്നതോ, അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യാശയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ട്, അല്ലെങ്കിൽ പ്രത്യാശയുടെ പുതിയ തലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെട്ടു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ മനോഹരമായൊരു വചനമുണ്ട്. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. പ്രത്യാശയെക്കുറിച്ച് ഇത്ര മനോഹരമായ ഒരു വചനം മറ്റേതാണുള്ളത്? പുനരുത്ഥാനത്തിൻ്റെയും ജീവൻ്റെയും വിത്തുകൾ വിതയ്ക്കുക എന്നാണ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഈ പ്രബോധത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ പ്രത്യാശയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്, പ്രിയ സ്നേഹിതരെ, നീതിക്കു വേണ്ടി കഷ്ടതകൾ സഹിക്കുമ്പോൾ നമ്മെ എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് അനുഗ്രഹീതർ എന്ന് വിളിക്കുന്നത്? അത് കേവലം ധാർമ്മികമോ തപശ്ചര്യകളെ സംബന്ധിച്ചതോ ആയ കാരണങ്ങളാൽ അല്ല. എളിയവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സമീപത്ത് നാം നിലകൊള്ളുമ്പോൾ, തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ നന്മ കൊണ്ട് നേരിടുമ്പോൾ, പകയില്ലാതെ അനുഗ്രഹിച്ചും ക്ഷമിച്ചും നാം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഓരോ അവസരത്തിലും
നാം പ്രത്യാശയുടെ ജ്വലിക്കുന്ന ശോഭയാർന്ന അടയാളങ്ങളായി മാറുകയാണ്. ഇപ്രകാരം പ്രത്യാശയുടെ അടയാളങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറുമ്പോൾ ഈ കഷ്ടതകളും ഈ വേദനകളും തിരസ്കാരവുമെല്ലാം ജീവിതത്തിൽ നിന്നും മാറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനാൽ കാരുണ്യത്തോടും ശാന്തതയോടും കൂടെ നമ്മെ സ്നേഹിക്കാത്തവർക്കും നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് പോലും നന്മ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാം, യാത്ര മുന്നോട്ട് തുടരാം. ഇങ്ങനെയാണ് അദ്ദേഹം ആ പ്രബോധനം അവസാനിപ്പിക്കുന്നത്. നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല, നമ്മെ വേദനിപ്പിക്കുന്നവരെയും നമ്മെ മാറ്റി നിർത്തുന്നവരെയും നമ്മെ പീഡിപ്പിക്കുന്നവരെയും എല്ലാം ജീവിതത്തോട് ചേർത്ത് വെച്ച് നന്മ ചെയ്യുമ്പോൾ അവിടെയാണ് പ്രത്യാശയുടെ പുതിയ കിരണങ്ങൾ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും സംവഹിക്കുന്നത്. പിന്നീട് വരുന്നത് കുരിശിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. കുരിശിൽ നിന്നും സംജാതമാകുന്ന പ്രത്യാശ. ക്രിസ്തീയ വിശ്വാസത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുത്തി നിർത്തുന്നത് ഈ കുരിശാണ്. കുരിശ് നൽകുന്ന വലിയൊരു സഹനത്തിൻ്റെ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ ഈ കുരിശ് തന്നെ പ്രത്യാശയുടെ ഒരു ദൂതും നമ്മോട് പറയുകയാണ്. ഓരോ ദുഃഖവെള്ളിക്ക് ശേഷവും കടന്നു വരുന്ന ഉത്ഥാനത്തെക്കുറിച്ച് ഈ കുരിശ് പറയുന്നുണ്ട്. അങ്ങനെ ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ പ്രത്യാശ സംജാതമാകുന്നത് ഈ കുരിശിൽ നിന്നാണ്. ഈ കുരിശിനെ നോക്കിയാണ് അവൻ്റെ പ്രത്യാശയെ നമ്മൾ ധ്യാനിക്കേണ്ടത്. ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? എങ്ങനെ സ്നേഹിക്കണമെന്നാണ് ഞാൻ പഠിക്കേണ്ടത്. സ്നേഹമാണ് നമ്മുടെ പ്രത്യാശയ്ക്ക് ശക്തി പകരുന്ന യന്ത്രം എന്നിരിക്കെ ഓരോ ദിവസവും എങ്ങനെ കൂടുതലായി സ്നേഹിക്കണമെന്ന് പഠിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? മാർപ്പാപ്പ നമ്മളോട് ചോദിക്കുകയാണ്, ഓരോ ദിവസവും കൂടുതൽ എന്തെങ്കിലുമൊക്കെ സ്നേഹിക്കാൻ, കൂടുതൽ എന്തെങ്കിലുമൊക്കെ നന്മ പ്രവർത്തിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ഈ സ്നേഹത്തിലും ഈ നന്മയിലും പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നിന്നും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പുറപ്പെടുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കുരിശിൽ നിന്നാണ് ഈ സ്നേഹവും നന്മയുമെല്ലാം ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. കാരണം ക്രിസ്തു പഠിപ്പിക്കുന്നത് ഈ കുരിശിൽ നിന്നാണ്. ഈ കുരിശിലെ സ്നേഹവും നന്മയും അവൻ്റെ ജീവിതത്തിൽ നിന്നും അവൻ പുറപ്പെടുവിച്ചത് അത് നമുക്ക് വേണ്ടിയാണ്. ആ കുരിശിനെ ധ്യാനമാക്കാൻ പാപ്പ നമ്മെ ഈ ഒരു പ്രബോധനത്തിലൂടെ, ഈ പ്രഭാഷണത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ചെടിയിൽ ഫലത്തെയും കുരിശിൽ ഉത്ഥാനത്തെയും മരണത്തിൽ ജീവനെയും ഇപ്പോൾ തന്നെ ദർശിക്കുവാൻ പഠിക്കുക എന്നതാണ് നമുക്ക് സാവധാനം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു വലിയ പാഠം. നിങ്ങളുടെ ഭവനങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നൽകുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ക്രൂശിത രൂപത്തിന് മുമ്പാകെ സമയം ചെലവഴിച്ച് ഇത് ചെയ്യാൻ കഴിഞ്ഞാൽ ഏറെ നന്നായിരുന്നു. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ക്രൂശിത രൂപത്തെ നോക്കി ഇപ്രകാരം പറയുക: അങ്ങയോടൊത്ത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അവിടുത്തോടൊത്ത് എനിക്കിപ്പോഴും പ്രത്യാശിക്കാം, അവിടുന്ന് എൻ്റെ പ്രത്യാശയാകുന്നു. ഈ കുരിശാണ് നമ്മുടെ പ്രത്യാശ. ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ആ ക്രൂശിതനിലേക്ക് നോക്കിക്കൊണ്ട് നമുക്കും പറയാം, നിന്നിലാണ് എൻ്റെ പ്രത്യാശ, നിന്നിലേക്കാണ് എൻ്റെ പ്രത്യാശ. പാപ്പ പറയുകയാണ്, ക്രൈസ്തവരായിരിക്കുക എന്നാൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരംഭം കുറിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവം ശൂന്യതയേക്കാൾ മഹോന്നതനാണ്. ഏറ്റവും അന്ധകാരം നിറഞ്ഞ രാത്രികളെ അതിജീവിക്കുമ്പോൾ ഒരു മെഴുകുതിരി നാളത്തിൻ്റെ പ്രകാശം മാത്രം മതി. ക്രൈസ്തവരായിരിക്കുക എന്നാൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആരംഭം കുറിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് വചനം പറയുക. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം: ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഈ വചനം ഇതിനോട് കൂടുതൽ ഒത്തുപോകുന്നതായിട്ട് എനിക്ക് തോന്നി. ദൈവത്തിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൽ വസിക്കുന്നവരിലാണ് ഏറ്റവും കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുന്നത്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഈ ഫലത്തിലാണ് പ്രത്യാശ ഉൾക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൽ നിന്നും വരുന്ന സ്നേഹവും ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കരുണയുമെല്ലാം തിരിച്ചു കൊടുക്കുന്നത് പ്രത്യാശയിലൂടെയാണ്. ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ആ നല്ല മനസ്സിന് നമ്മുടെ ജീവിതം ഉടമകളായി മാറുമ്പോഴാണ് ഈ പ്രത്യാശ നമുക്ക് ദൈവത്തിങ്കിലേക്ക് അർപ്പിക്കാൻ പറ്റുന്നത്. ഈ ഭൂമിയിൽ ദൈവം എഴുതുന്ന സ്നേഹ കഥയാണ് ഓരോ വ്യക്തിയും. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്നേഹ കഥയാണ്. അവിടുന്ന് നാം ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുന്നു. നമ്മുടെ പേര് അവിടുത്തേക്ക് അറിയാം. അവിടുന്ന് നമ്മെ നോക്കി നിൽക്കുന്നു. അവിടുന്ന് നമുക്കായി കാത്തു നിൽക്കുന്നു. അവിടുന്ന് നമ്മോട് ക്ഷമയുള്ളവനാണ്. പപ്പ പറയുകയാണ്, അവിടുന്ന് നമ്മെ കാത്തു നിൽക്കുന്നവനാണ്. ഈ കാത്തിരിപ്പിലാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പൂർണ്ണത. ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓരോ വിശുദ്ധ ബലിയിലും നിരനിരയായി കടന്നു വന്ന് അവൻ്റെ കാത്തിരിപ്പിൻ്റെ ഭാഗമായി നമ്മൾ മാറുന്നുണ്ട്.
വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ അവൻ്റെ കാത്തിരിപ്പിലേക്ക് അവനെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ സ്വന്തമാക്കി നാം യാത്രയാകും. ഈ ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന ഓരോ വഴികളിലൂടെയും നമ്മുടെ ജീവിതം എന്തുമാത്രം പ്രത്യാശ നിറഞ്ഞതാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തെ കാത്തിരിക്കുന്ന മനുഷ്യരിലേക്ക് അവരുടെ സാന്നിധ്യവുമായൊക്കെ നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ ആ സാന്നിധ്യത്തിലാണ് ക്രിസ്തീയ പൂർണ്ണത കുടികൊള്ളുന്നത്. ഇതിലെല്ലാം വിശ്വാസവും പ്രത്യാശയുമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരു ആഹ്വാനത്തിലേക്കാണ്, ഈ ഒരു പുത്തൻ സുവിശേഷ ചൈതന്യത്തിലേക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. അതുതന്നെയാണ് ഈ പ്രഭാഷണങ്ങളുടെ എല്ലാം ഒരു ഉള്ളടക്കം. പ്രത്യാശയിലൂടെയും വിശ്വാസത്തിലൂടെയും എപ്രകാരം നമുക്ക് പുതിയ സുവിശേഷത്തിൻ്റെ വിത്തുകൾ പാകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പുതിയ ആശയത്തിലൂടെ, ഒരു പുതിയ ബോധ്യത്തിലൂടെ നമ്മുടെ ജീവിത തലങ്ങളെയെല്ലാം എപ്രകാരം നമുക്കൊന്ന് വീക്ഷിക്കാൻ പറ്റും. അതിനെ ഏറ്റവും കൂടുതൽ നമ്മെ സഹായിക്കുന്നത് പിന്നീട് വരുന്ന പ്രബോധനത്തിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്, പരിശുദ്ധാത്മാവാണ് എന്നാണ്. പരിശുദ്ധാത്മാവ് നമ്മെ പ്രത്യാശിക്കുവാൻ മാത്രമല്ല പ്രാപ്തരാക്കുന്നത്, മറിച്ച് പ്രത്യാശയുടെ വിദഗ്ധരാകുവാൻ കൂടിയാണ് പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കുന്നത് എന്ന്. ഈ പരിശുദ്ധാത്മാവിനുള്ള വലിയൊരു ആശ്രയവും പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യവുമൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യാശിക്കുവാൻ, ദൈവത്തെങ്കിലേക്ക് പ്രത്യാശ അർപ്പിക്കുന്നവരാകാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റുമെന്ന് തന്നെയാണ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പാപ്പായുടെ എല്ലാ പഠനങ്ങളും അടിവരയിടുന്നത്. ദൈവത്തിന് നമ്മെ ഒഴിവാക്കുക സാധ്യമല്ല എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വെളിപ്പെടുത്തുന്നത്. ഒരിക്കലും ക്രിസ്തുവിന് നമ്മെ മാറ്റി നിർത്തുവാൻ അല്ലെങ്കിൽ തള്ളിക്കളയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും നമ്മെ ഒഴിവാക്കുന്നില്ല. ഈ സ്നേഹത്തിൽ നിന്ന് ദൈവം നമ്മെ കൂടുതൽ അടുപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുമ്പോൾ എന്തുമാത്രം പ്രതിഫലനമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇതെന്നാണ് ഫ്രാൻസിസ് മാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ക്രൈസ്തവന് ഓരോ പ്രഭാതവും നല്ല പ്രവൃത്തികൾ രചിക്കാനുള്ള എഴുതാത്ത താളുകളാണ്. ഓരോ പ്രഭാതത്തിലും എന്തുമാത്രം പുണ്യങ്ങളിലൂടെയും എന്തുമാത്രം പ്രത്യാശയിലൂടെയും നമുക്ക് കടന്നു പോകാൻ പറ്റും. അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ രചിക്കേണ്ട പുതിയ താളുകളാക്കി മാറ്റണം, അല്ലെങ്കിൽ പുതിയ പ്രഭാതം പുതിയ പുസ്തകമായി, പുസ്തകത്തിലെ ഒരു ഏടാക്കിയൊക്കെ മാറ്റാൻ പറ്റുമ്പോഴാണ് ജീവിതം കൂടുതൽ, തീർച്ചയായും ക്രിസ്തീയ ജീവിതം കൂടുതൽ മനോഹരമാകുന്നത്. നാം യാതന അനുഭവിക്കും, കോപവും ധാർമ്മിക രോഷവും ഉണർത്തുന്ന നിമിഷങ്ങൾ നമുക്കുണ്ടാകും. എന്നാൽ യേശുവിനെക്കുറിച്ചുള്ള മധുരവും ശക്തവുമായ സ്മരണ ഈ ജീവിതം ഒരു തെറ്റാണെന്ന് ചിന്തിക്കാനുള്ള പ്രലോഭനം നമ്മിൽ നിന്നും അകറ്റുമെന്നാണ് പാപ്പ പറയുക. ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ പ്രത്യാശയില്ലാതെ വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ ഒന്ന് നോക്കുക. മുമ്പ് പറഞ്ഞതുപോലെ ക്രൂശിത രൂപത്തെ ഒന്ന് നോക്കുക. ആ കുരിശ് നമ്മോട് പറയുകയാണ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, എന്നിലാണ് പ്രത്യാശ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ. ഇപ്രകാരം പ്രത്യാശയുടെ മനോഹരമായ അർത്ഥതലങ്ങളാണ് പാപ്പ നമുക്ക് വിവരിച്ചു തരുന്നത്. ഓരോ പ്രഭാഷണത്തിലൂടെയും അത് വിവരിക്കുമ്പോൾ അത് കൂടുതൽ മനോഹരമായി മാറുകയാണ്, ഓരോ അർത്ഥതലങ്ങളായി മാറുകയാണ്. വിശാലതയിലേക്ക് തുറക്കുന്ന വാതിലാണ് മരണമെന്ന് വിശ്വസിക്കുന്നവർക്ക് ആർദ്രതയോടും ശാന്തതയോടും സ്നേഹത്തോടും കൂടെ യേശു നാം ഓരോരുത്തരുടെയും അടുക്കലെത്തി കരം ഗ്രഹിച്ച് നമ്മെ ആനയിക്കുന്ന നിമിഷമാണത്. ഈ ഒരു അവസ്ഥയിലേക്ക് ക്രിസ്തീയ വിശ്വാസി കടന്നു വരുമ്പോൾ, ക്രിസ്തുവുമായുള്ള ഈ ഒരു സംഗമത്തിലേക്ക്, അവൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിക്കുന്നവണ്ണം ആ പ്രയാണം, ആ യാത്ര നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുമ്പോൾ, അത് ആരംഭിക്കുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാകുകയാണ്, പ്രത്യാശാനിർഭരമായി മാറുകയാണ്. അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവ തിരുമുൻപാകെ ശൂന്യമായ കരങ്ങളോടെ നിൽക്കുക. ദൈവം നമുക്ക് നൽകുന്ന നിരവധിയായ അനവധിയായ അനുഗ്രഹങ്ങളുണ്ട്. ആ തിരുമുൻപാകെ ഒന്നുമല്ലാത്ത എളിമയുള്ള, മുമ്പ് സൂചിപ്പിച്ച ആ ശിശുവിൻ്റെ നിർമ്മലതയുള്ള ഒരു മനുഷ്യനായി നമുക്ക് നിൽക്കാൻ പറ്റുമ്പോൾ അവിടെയാണ് ഏറ്റവും മനോഹരമായ പ്രത്യാശ. കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിനു മുമ്പിൽ ദൈവത്തിനോട് ചേർന്ന് നിന്ന് നമുക്ക് കാത്തിരിക്കാൻ പറ്റുമ്പോൾ അവിടെയാണ് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഏറ്റവും മനോഹരമായ ആഴം. പറുദീസ എന്നത് കെട്ടുകഥകളിൽ കണ്ടെത്താവുന്ന ഒരു ഇടമല്ല, വശ്യമോഹനമായ ഒരു ഉദ്യാനവുമല്ലത്. മറിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ മരണം വരിച്ച യേശു മുഖാന്തരം ദൈവത്തിൻ്റെ ആശ്ലേഷത്തിലേക്കും അവിടുത്തെ അനന്തമായ സ്നേഹത്തിലേക്കും നാം പ്രവേശിക്കുന്നതാണ് പറുദീസ. നമ്മുടെ ചിന്തകളിലും നമ്മുടെ സ്വപ്നങ്ങളിലുമുള്ള ആ പറുദീസയിലേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നാം കടന്നു വരണമെങ്കിൽ അത് അനന്തമായ സ്നേഹത്തിലേക്ക്, ദൈവത്തോടുള്ള ആ സ്നേഹത്തിലേക്കും വാത്സല്യത്തിലേക്കും നാം അടുക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ പറുദീസ അനുഭവമെന്നാണ്
പാപ്പ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രഭാഷണങ്ങളുടെ എല്ലാം അവസാനത്തെ വചനം ഇപ്രകാരമാണ്. 1 കൊരിന്തോസ് 13:8 ഉദ്ധരിച്ചുകൊണ്ടാണ് പാപ്പ ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന്. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും സ്നേഹം അവസാനിക്കുന്നില്ല, അത് ഇങ്ങനെ തുടരുകയാണ്. ആ സ്നേഹത്തിൽ നിന്ന് നോക്കി പഠിക്കുവാനും ആ സ്നേഹത്തെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാനും നമുക്ക് സാധിക്കുമ്പോഴാണ് പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദൃഢമാകുന്നത്. യേശുവിലേക്കുള്ള ആ ഒരു യാത്രയും ആ ഒരു നോട്ടവും മനോഹരമാകുന്നത് ഈ സ്നേഹത്തിലാണ്. അപ്പോൾ സ്നേഹം, വിശ്വാസം, പ്രത്യാശ, ഈ 3 കാര്യങ്ങളിലാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പാപ്പ പ്രത്യാശയുടെ പരിപോഷണമെന്ന ഈ പുസ്തകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ 37 അധ്യായങ്ങളും 33 പ്രബോധനങ്ങളും പ്രഭാഷണങ്ങളുമെല്ലാം കൂടുതൽ ചിന്തിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഓരോ ക്രിസ്തീയ വിശ്വാസിയും ഈ കാലഘട്ടത്തിൽ വായിക്കേണ്ട 37 പ്രഭാഷണങ്ങളാണ്. ഇത് വിവർത്തനം ചെയ്തത് ഫാദർ ഫ്രാൻസിസ് ഐമനം OCD ആണ്. മനോഹരമായി അദ്ദേഹം ഈ പ്രഭാഷണങ്ങളെല്ലാം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. കാർമൽ ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് ഹൗസാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ മനോഹരമായ പുസ്തകം ക്രിസ്തീയ വിശ്വാസത്തിലെ ഓരോ ഏടും അല്ലെങ്കിൽ ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും കൂടുതൽ ധ്യാനിക്കാനുള്ള, അവൻ്റെ പ്രത്യാശയും വിശ്വാസവും സ്നേഹവുമൊക്കെ കൂടുതൽ ദൃഢമാക്കാനുള്ള ഒരു മാർഗമായി മാറട്ടെ.